എസ്തർ മരിച്ച സങ്കടത്തിൽ തന്റെ ചോരയൊലിക്കുന്ന മുറിവുമായി 1941 ബോംബ് അറ്റാക്കിൽ കേടുപാടുകൾ പറ്റിയ ഒരു ജൂതപ്പള്ളിയിലേക്ക് വരുന്ന വൈറ്റ്മാനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. അവിടെയുള്ള ഒരു വികാരിയോട് തന്റെ പ്രവർത്തികൾ കാരണം ഒരു ജൂത പെൺകുട്ടി മരിച്ചെന്നും ഈ കാര്യത്തിന് ദൈവം തനിക്ക് മാപ്പ് തരുമോ എന്നൊക്കെ ചോദിക്കുന്ന വൈറ്റ്മാനോട്, ദൈവത്തോടല്ല നീ മാപ്പ് ചോദിക്കേണ്ടത്, ഈ ജന്മത്തിലോ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലോ ആ കുട്ടിയോടാണ് നീ മാപ്പ് ചോദിക്കേണ്ടത് എന്നാ വികാരി പറയാണ്. ഇനി അടുത്ത സീനിൽ തന്റെ സുപ്പീരിയറുടെ ഓഫീസിൽ ഒരു തോക്കുമായി കടന്നു കയറിയ വൈറ്റ്മാൻ അയാളോട് സത്യങ്ങളെല്ലാം പറയാണ്. താൻ ഗാംബ്ലിംഗ് കാരണം വരുത്തിവെച്ച കടങ്ങൾ തീർക്കാനാണ് ആ അൺനോൺ ലേഡി പറഞ്ഞതൊക്കെ അനുസരിച്ചതെന്നും എങ്ങനെയാണ് അവര് എസ്തറിനെ കൊന്നത് എന്നും എങ്ങനെയാണ് തന്റെ കൈകൊണ്ട് ആ പോലീസുകാരൻ കൊല്ലപ്പെട്ടത് എന്നൊക്കെ വൈറ്റ്മാൻ അയാളോട് പറയാണ്. ആ ലേഡി ഏതോ ഒരു വലിയ പ്ലാനിന്റെ ഭാഗമാണെന്നും വൈറ്റ്മാനെ കൂടാതെ ഈ ഓഫീസിൽ അവർക്ക് വേറെയും ആളുകളുണ്ടെന്നും അവരെയൊക്കെ കണ്ടെത്താനും എസ്തറിന് ജസ്റ്റിസ് കൊടുക്കാനും തന്നെ സഹായിക്കണം എന്നൊക്കെ വൈറ്റ്മാൻ അയാളോട് റിക്വസ്റ്റ് ചെയ്യാണ്. അങ്ങനെ വൈറ്റ്മാന്റെ റിക്വസ്റ്റ് പ്രകാരം ഇൻസ്പെക്ടർ ഫെയർവെൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ വൈറ്റ്മാൻ പ്രതിയാക്കി കൊന്നില്ലായിരുന്നോ, അയാളല്ല ശരിക്കുള്ള പ്രതി എന്ന സുപ്പീരിയർ ഓഫീസർ അവിടെ അനൗൺസ് ചെയ്യാണ്. അതുപോലെ ഈ കേസ് പിന്നെയും റീഓപ്പൺ ചെയ്യാൻ പോവാണ് എന്ന് അവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ചും ആ ഓഫീസർ പറയാണ്. ഈ വിവരം എന്തായാലും ഓഫീസിലുള്ള ആ ലേഡിയുടെ സ്പൈ അവരെ വിളിച്ചു പറയുമെന്ന് വൈറ്റ്മാൻ ഉറപ്പായിരുന്നു. അയാൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. അങ്ങനെ ഓഫീസിലുള്ള സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് ഹാർക്കർ ആൻഡ് കോ എന്ന പ്രൈവറ്റ് ബാങ്കിലേക്കാണ് അവൾ വിളിച്ച് ഇൻഫർമേഷൻസ് പാസ് ഓൺ ചെയ്യാറ് എന്ന എംപ്ലോയി കുറ്റസമ്മതം നടത്താണ്. തന്റെ മകളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അവർ തന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് എന്നവർ വൈറ്റ്മാനോടും സുപ്പീരിയർ ഓഫീസറോടും ഒക്കെ പറയുന്നുണ്ട്. അടുത്ത സീനിൽ ബാങ്കിലെത്തിയ അവർക്ക് ആ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ആ സ്ത്രീ എന്ന് മനസ്സിലാവാണ്. അതായത് ഹില്ലിംഗ് ഹെഡിന്റെ മകൾ പോളി ആയിരുന്നു ആ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ. അതോടുകൂടെ കൂടെ വന്ന ഓഫീസർ സൂക്ഷിച്ചു മെല്ലെ കാര്യങ്ങളൊക്കെ നീക്കണം, നിങ്ങൾ കൂളായിരിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ട് അയാളെ ഇടിച്ചു വീഴ്ത്തി പോളിയെയും കൊണ്ട് വൈറ്റ്മാൻ അവിടുന്ന് കടന്നു കളയാണ്. ഇനി 2023 വന്നാൽ കഴിഞ്ഞ ദിവസം ഹാർക്കർ ഹൗസിൽ കുടുങ്ങിയ ഹസനെ ബാബറും ടീമും ഒന്ന് രക്ഷപ്പെടുത്താണ്. എന്നാൽ അവിടെ അവള് ഇന്നലെ കണ്ട ആ ബോഡിയോ അല്ലെങ്കിൽ റെക്കോർഡ്സോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവിടെയെല്ലാം ആരോ ക്ലീൻ ആക്കിയതുപോലെ ഉണ്ടായിരുന്നു. അതുപോലെ ആൻഡ്രൂ മോളിയെയും അവിടെ കാണാനില്ലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഹസനോട് പറയാണ് ബാബർ. ഇനി ഈ കേസിന്റെ പുറകിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ബാബർ അവിടുന്ന് പോവാണ്. സീൻ കട്ടായ 1890 ആ റെക്കോർഡ്സിലുള്ളത് 2023 ഏലിയാസ് മാനിക്സുമായി 100% മാച്ച് ആവുന്ന ഫിംഗർ പ്രിന്റ്സ് ആണെന്ന് ഹസന്റെ കൊളീഗുകളെ വിളിച്ചു പറയാണ്. അതോടെ ഹസനാകെ വട്ടുപിടിക്കുന്നത് പോലെ തോന്നുകയാണ്. ഇനി സീൻ കട്ടായ മാനിക്സിനെ കാണാൻ ചെന്ന ഹസൻ അവനോട് 1941 തന്റെ 99 വയസ്സിൽ ഒരു പോലീസുകാരൻ ഷൂട്ട് ചെയ്ത് കൊന്ന ജൂലിയൻ ഹാർക്കറുടെ ചിത്രങ്ങൾ കാണിച്ച് ഇയാളെക്കുറിച്ച് മോർലീസ് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഇയാളെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല, ഇയാൾ ഞാനോ എന്താ ബന്ധം എന്ന് ചോദിച്ച അവനോട് അയാളുടെയും നിന്റെയും ഫിംഗർ പ്രിന്റ്സ് ഐഡന്റിക്കലാണ് എന്ന് ഹസൻ അവനോട് പറയാണ്. എന്നാൽ ഇയാളെപ്പറ്റി തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ അവനോട് അവന്റെ പേരൻസിനെ പറ്റി ഹസൻ ചോദിക്കുകയാണ്. മാനിക്സിന്റെ അമ്മയുടെ പേര് സാറയാണെന്നും അച്ഛൻ ആരാന്ന് അറിയില്ല, എന്നാൽ തന്റെ അമ്മയെ കണ്ടുകിട്ടിയാൽ തന്നെ പറ്റിയുള്ള ഒരു വിവരവും അവരോട് പറയരുത് എന്നൊക്കെ മാനിക്സ് ഹസനോട് പറയാണ്. അങ്ങനെ ഹസൻ അവിടെയുള്ള മുഴുവൻ സാറ മാനിക്സിനെയും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഓർഡർ കൊടുക്കുകയാണ്. അടുത്ത സീനിൽ സാറ മാനിക്സിന്റെ വീട്ടിലെത്തിയ ഹസൻ അവളോട് ഏലിയാസ് മാനിക്സിനെ പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞത് കേട്ടതും അവനും ഞാനുമായി ഇപ്പോൾ ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച സാറയോട് അവനിപ്പോൾ ഒരു കൊലപാതക കുറ്റത്തിന് ജയിലിലാണ് എന്നൊക്കെ ഹസൻ പറയുന്നത് കേട്ട് സാറ അവളോട് സംസാരിക്കാൻ തയ്യാറാവാണ്. 4 വയസ്സുള്ളപ്പോഴാണ് ഏലിയാസ് മാനിക്സിനെ ഫോസ്റ്റർ കെയറിലെ ആളുകൾ ഒന്ന് കൊണ്ടുപോകുന്നത്. എന്റെ അടുത്ത് നിൽക്കുന്നതിലും അവർ കൊണ്ടുപോകുന്നതാണ് അവന് നല്ലത് എന്ന് എനിക്കും അറിയാമായിരുന്നു. പിന്നീട് ഞാൻ അവനെ കാണാൻ ശ്രമിച്ചപ്പോൾ ഞാനുമായി ഒരു ബന്ധവും ഇല്ല എന്നവൻ പറഞ്ഞത് എന്നൊക്കെ ഹസനോട് പറയാണ് സാറ. അങ്ങനെ സാറ ഏലിയാസ് മാനിക്സിന്റെ ജന്നത്തെ പറ്റി പറയാണ്. 15 വയസ്സുള്ളപ്പോൾ വീട്ടിൽ നിന്ന് ഓടിപ്പോയ സാറ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഡാനിയൽ എന്ന ഡാനിയെ കണ്ടുമുട്ടി. അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷമാണ് സാറ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. ആരും ഇല്ലാത്തതുകൊണ്ടും ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടും ആ കുഞ്ഞിനെ കളയാൻ ഒരുപാട് ആളുകൾ ഇവളോട് പറയാണ്. എന്നാൽ തനിക്ക് സ്വന്തം എന്ന് പറയാൻ ഇതേ ഭൂമിയിലുള്ളൂ എന്ന് കരുതിയ സാറ ഡാനിയെ കണ്ടുപിടിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ താൻ പ്രഗ്നന്റ് ആണെന്ന് അവൾ ഡാനിയോട് പറഞ്ഞതിനു ശേഷം പിന്നീട് അവളോട് സംസാരിക്കുന്നത് അയാളുടെ വക്കീലാണ്. അപ്പോഴാണ് ഈ ഡാനി എന്ന് പറയുന്നത് മരിച്ചുപോയ ഏതോ വലിയ പണക്കാരനായ ബാങ്കറുടെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആണ് എന്നൊക്കെയുള്ള കാര്യം സാറയ്ക്ക് മനസ്സിലാവുന്നത്. അവരുടെ സ്വത്തിന്റെ അവകാശത്തിന് വേണ്ടിയാണ് ഇവളി വന്നത് എന്നൊക്കെയായിരുന്നു അവരുടെ വാദം. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം ഡാനിയെ സാറ പിന്നെ കണ്ടിട്ടില്ല. ഇതെല്ലാം കേട്ട ഹസൻ മരിച്ചുപോയ ബാങ്കറുടെ പേര് ജൂലിയൻ ഹാർക്കർ ആയിരുന്നോ എന്ന് സാറയോട് ചോദിക്കുകയാണ്. അതെ, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ച അവളോട്, എന്നാൽ ഹാർക്കറുടെ ഫാമിലി ട്രീയിൽ ഡാനി ഹാർക്കർ എന്ന പേരുള്ള ആരെയും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ ഹസനോട്
ഡാനി തന്റെ അമ്മയുടെ പേര്, അതായത് ബാബർ എന്നാണ് സ്വന്തം പേരിന്റെ കൂടെ ചേർത്തത് എന്ന് സാറ പറഞ്ഞതും ഹസൻ ഞെട്ടാണ്. അങ്ങനെ അവൾ തന്റെ സീനിയറായ ഡാനി ബാബറുടെ ഫോട്ടോ സാറയെ കാണിച്ച് ഇതൊന്നും അല്ലല്ലോ നിങ്ങളുടെ ഡാനി എന്ന് ചോദിക്കുകയാണ്. ആ ഫോട്ടോ കണ്ടതും ഇയാൾ തന്നെയാണ് അവന്റെ അച്ഛൻ എന്ന് സാറ പറയാണ്. പെട്ടെന്ന് ഹസന്റെ ഫോണിലേക്ക് ബാബറുടെ വീഡിയോ കോൾ വരാണ്. ബാബർ സാറയെ കാണാതിരിക്കാൻ കുറച്ച് മാറി നിന്നിട്ടാണ് ഹസൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. താൻ അറിയാതെ വിളിച്ചതാണ് എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്ന ബാബർ പെട്ടെന്ന് സാറയോട് എന്റെ അന്വേഷണം പറയണം, നമ്മൾ പെട്ടെന്ന് കാണും എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്ത് ആ ഫോണ് പുറത്തേക്ക് വലിച്ചെറിയാണ്. സീൻ കട്ടായ ഇനി ഓഫീസിലെത്തിയ ഹസന് മാനിക്സിനെയും കൊണ്ട് ബാബർ മുങ്ങി എന്ന കാര്യം മനസ്സിലാവാണ്. ഇനി 2053 വന്നാൽ കണ്ണും കൈയുമെല്ലാം കെട്ടി മേപ്പിൾവുഡിനെ ചാപ്പൽ പെർലസിന്റെ ഒളിസങ്കേതത്തിലേക്ക് കൊണ്ടുപോകുന്ന ഡിഫോയെയും ലോണയും കാണാം. കണ്ണുകെട്ടിയ മേപ്പിൾവുഡിന്റെ മുന്നിലേക്ക് ഒരു സ്ത്രീ വരുന്നുണ്ട്. ആ സ്ത്രീ വേറെ ആരും അല്ലായിരുന്നു, സാക്ഷാൽ ഹസൻ തന്നെയായിരുന്നു. 30 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ കണ്ട ഹസനിൽ നിന്നും തീർത്തും വ്യത്യസ്തമായൊരു ഹസനായിരുന്നു നമുക്കിവിടെ കാണാൻ സാധിക്കുക. അന്ന് ആളുകളോടെല്ലാം സഹാനുഭൂതിയുള്ള ഹസൻ ഇന്ന് പരുക്കനായ ഒരാളായി മാറിയിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും ഹസന് സംഭവിച്ചിട്ടുണ്ടാവുക? എന്നെ അവർ കണ്ടുപിടിക്കും, പിന്നെ നിങ്ങളെ കൊല്ലും, അതുവരെ നിങ്ങളെന്നെ എത്ര ടോർച്ചർ ചെയ്താലും ഞാൻ നിങ്ങളോടൊന്നും പറയാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്ന മേപ്പിൾവുഡിനോട് ഞങ്ങളിവിടെ ആരെയും ഉപദ്രവിക്കാനല്ല കൊണ്ടുവരുന്നത്, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് എന്നൊക്കെ പറയാണ് ഹസൻ. എന്നാൽ മേപ്പിൾവുഡിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ട് ഹസൻ അവളോട് ഹാർഷായിട്ട് പെരുമാറാണ്. ഇത് കണ്ടതോടെ ഡിഫോയ് ഇടപെട്ടു. ഇവൾ മാനിക്സിന്റെ കൂടെയാണ് എന്ന് പറയുന്ന ഹസനോട് ആയിരിക്കും, എന്നാൽ എനിക്ക് അവളെ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ഡിഫോയോട് ഇത് തന്നെയായിരിക്കും നീ മരിക്കാനുള്ള കാരണവും എന്ന് ഹസൻ പറയുന്നത് കേട്ട് ഡിഫോയ് അവിടുന്ന് പോവാണ്. അങ്ങനെ ഹസൻ താൻ 2023 കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം മേപ്പിൾവുഡിനോട് പറയാണ്. ടൈം ട്രാവൽ റിയൽ ആണെന്നും ഇപ്പോൾ മാത്രമല്ല ഡിഫോയുടെ ബോഡി 1890ലും 1941ലും 2023ലും താനടക്കം 3 ഡിറ്റക്റ്റീവ്സ് കണ്ടെത്തിയിരുന്നുവെന്നും അതുപോലെ 2023 ആ ബോംബ് ബ്ലാസ്റ്റ് അത് 15 വയസ്സുള്ള ഏലിയാസ് മാനിക്സ്, അതായത് ഇപ്പോഴത്തെ കമാൻഡർ മാനിക്സ് ഹസന്റെ മുന്നിൽ വെച്ചാണ് ഡീറ്റോണേറ്റ് ചെയ്തത് എന്നും ഇതെല്ലാം ഇവിടെയുള്ള ഗവൺമെന്റിന് അറിയാമായിരുന്നിട്ട് കൂടി അവരെല്ലാം ജനങ്ങളോട് ഇത് മറച്ചുവെച്ചത് ഇപ്പോൾ കാണുന്ന ഈ ലോകം, അതായത് മാനിക്സിന്റെ യൂട്ടോപ്പിയ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ ഹസൻ പറയാണ്. ഇതിനെല്ലാം വേണ്ടി ഒന്നും അറിയാത്ത കോടിക്കണക്കിന് ജനങ്ങളെയാണ് അന്ന് അവർ കൊന്നൊടുക്കിയത്. അതേപോലെ ഇനി അവന്റെ പ്ലാന് 1890ലേക്ക് ടൈം ട്രാവൽ ചെയ്ത് അവിടെ ജൂലിയൻ ഹാർക്കറായി ജീവിച്ച് ഈ ഒരു ചെയിൻ ഓഫ് ഇവന്റ്സ് ഉണ്ടാക്കാനുള്ള കൾട്ടിനെ രൂപപ്പെടുത്തിയെടുക്കുക എന്നാണ്. എന്നെല്ലാം ഹസൻ പറയുന്നത് കേട്ട് മേപ്പിൾവുഡിന് വലിയ വിശ്വാസമൊന്നും വരുന്നില്ല. 2023 താൻ ജൂലിയന്റെ വീട്ടിൽ വെച്ച് അവിടെയുള്ള ഒരു റെക്കോർഡിൽ ഐറിസ് മേപ്പിൾവുഡ് നിന്നെ സഹായിക്കും എന്ന് വയസ്സായ മാനിക്സ് പറയുന്നത് കേട്ടുവെന്നും ഇത്രയും കാലം എന്ത് സഹായമാണ് നീ അയാൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്നായിരുന്നു എന്റെ ചിന്ത എന്നൊക്കെ പറഞ്ഞ് തങ്ങളെ വിശ്വാസമുണ്ടെങ്കിൽ സഹായിക്കാൻ മേപ്പിൾവുഡിനോട് പറയാണ് ഹസൻ. ഇതെല്ലാം കേട്ട് നിങ്ങളൊക്കെ എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് മേപ്പിൾവുഡ്. ഇത് കേട്ടതും ഇവളെ ത്രോട്ടിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ എന്ന് പറയാണ് ഹസൻ. ത്രോട്ട് എന്ന് പറയുന്നത് ഡിഫോയ് ഉണ്ടാക്കിയ ടൈം മെഷീനാണ്. അങ്ങനെ ത്രോട്ടിന്റെ അടുത്തെത്തി ആ ഒരു സംഭവം കണ്ട് ഞെട്ടി നിൽക്കുന്ന മേപ്പിൾവുഡിനെ ഡിഫോയ് അത് പ്രവർത്തിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഡിഫോയുടെ ബാൻ ചെയ്ത പേപ്പർ പ്രകാരമുള്ള എക്സ്പെരിമെന്റിന്റെ ഇടയ്ക്കാണ് അയാൾ ഇതുപോലെ അബ്നോർമലായ ഒരു ന്യൂട്രിനോ ട്രേസ് കണ്ടെത്തിയത്. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഇത് നശിപ്പിക്കാനും കുഴിച്ചിടാനും ഒക്കെ ശ്രമിച്ചിട്ടും അതൊന്നും നടന്നില്ല. ഇപ്പോൾ ഇതിന് ചുറ്റും ഒരു ഡാർക്ക് എനർജി ഉണ്ട്, അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മാനിക്സ് ഇത് ഉപയോഗിക്കും, ഈ ലൂപ്പ് പിന്നെയും തുടരും, കാരണം എന്റെ ഡെഡ് ബോഡി നമ്മൾ കണ്ടതാണ് എന്നൊക്കെ പറയുന്ന ഡിഫോയോട് ഇതിനു മുന്നേ ഇത് നടന്നാണെന്നല്ലേ നിങ്ങൾ പറയുന്നേ? അതിന്റെ അർത്ഥം ഈ സംഭവം നമുക്ക് തടയാൻ പറ്റില്ല എന്നല്ലേ? ഇനിയിപ്പോ ബൈ ചാൻസ് നിങ്ങളിത് തടഞ്ഞാലും പിന്നെ എന്ത് സംഭവിക്കും? മാനിക്സ് ആ ബോംബ് ഡീറ്റോണേറ്റ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ എന്ത് സംഭവിക്കും എന്നൊക്കെ ചോദിക്കുന്ന മേപ്പിൾവുഡിനോട് അവർക്കൊരു ഉത്തരവും പറയാനില്ലായിരുന്നു. ഇത് കണ്ട മേപ്പിൾവുഡ് അതിനുശേഷം ഇവർക്കൊക്കെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കും അറിയില്ല, അപ്പോൾ ബാക്കിയുള്ള തീവ്രവാദികളെ പോലെ ഇതെല്ലാം നശിപ്പിക്കാനല്ലേ നിങ്ങളും ശ്രമിക്കുന്നത് എന്ന് പറയുന്ന മേപ്പിൾവുഡിനോട് ആ ബോംബ് ഡീറ്റോണേറ്റ് ആയില്ലെങ്കിൽ എന്റെ മകൻ ജീവിക്കും, അതിന് നിങ്ങളുടെ സഹായം വേണം എന്ന് ഹസൻ പറയാണ്. ഇത് കേട്ടതും നിങ്ങൾക്ക് തെറ്റി, ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് അല്ല എന്ന് മേപ്പിൾവുഡ് പറയാണ്. പെട്ടെന്ന് അവിടെയുള്ള സെക്യൂരിറ്റി അലാം അടിക്കാൻ തുടങ്ങി. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ ഇവരുടെ ഒളിത്താവളത്തിലേക്ക് മാനിക്സും അയാളുടെ ആംഡ് ഫോഴ്സും എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നടന്ന വെടിവെപ്പിൽ അവിടെയുള്ള കുറേ ആളുകൾ മരിച്ചു വീണു. എന്നാൽ മാനിക്സ് അകത്തേക്ക് വരുന്നതിന് മുന്നേ ഡിഫോയും ഹസനും അവിടുന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു പോളിൽ അവർ കെട്ടിയിട്ട മേപ്പിൾവുഡിനെ ഈ ആളുകൾ വന്ന് അഴിച്ചുവിടാണ്. അങ്ങനെ മേപ്പിൾവുഡിന്റെ അടുത്തേക്ക് വന്ന മാനിക്സിന് അവൾ ആ ത്രോട്ട് കാണിച്ചു കൊടുക്കാണ്.
ഇനി 1891 വന്നാൽ ലോങ് ഹാർവസ്റ്റ് ലെയിനിലെ ക്രൈം സീനിൽ നിന്ന് തനിക്ക് കിട്ടിയ ഫിംഗർ പ്രിന്റ്സ് ജൂലിയൻ ഹാർക്കറുടെ ഫിംഗർ പ്രിന്റ്സുമായി മാച്ച് ആവുന്നുണ്ടെന്നും അയാളെ ചോദ്യം ചെയ്യണം എന്നൊക്കെ പറയുന്ന ഹില്ലിംഗ്ഹെഡിനോട് ഫിംഗർ പ്രിന്റ്സ് ഒന്നും തെളിവായി കണക്കാക്കാൻ പറ്റില്ല, ഈ ഡെക്റ്റിലോഗ്രഫി എല്ലാം വെറും ഒരു കോണ്ടിനെന്റൽ ഫാഷൻ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് അയാളുടെ സുപ്പീരിയർ ആ സാമ്പിൾസ് റിജക്ട് ചെയ്തു. എന്നാ അയാളെ ചോദ്യം ചെയ്യണം എന്ന് ഹില്ലിംഗ്ഹെഡ് കടുംപിടുത്തം പിടിച്ചതോടെ എന്നാ എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് പറയാണ് ആ ഓഫീസർ. ഇനി അടുത്ത സീനിൽ ഓഫീസിലെത്തിയ ജൂലിയനെ ഹില്ലിംഗ്ഹെഡ് ചോദ്യം ചെയ്യുന്നത് കാണാം. ആ ഫോട്ടോയിലുള്ളത് ജൂലിയൻ തന്നെയാണ് എന്ന് അയാൾ സമ്മതിക്കുകയാണ്. താനൊരു അത്ഭുതം സംഭവിക്കുന്നത് കാണാനാണ് ആ സമയത്ത് ലോങ് ഹാർവസ്റ്റ് ലൈനിലെത്തിയത്. ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നതിനുള്ള സിഗ്നൽ ആയിരുന്നു അത് എന്ന് പറയുന്ന ജൂലിയനോട് ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല, നിങ്ങളുടെ പിന്നിലുള്ള സത്യങ്ങളെല്ലാം ഞാൻ കണ്ടെത്തും എന്നൊക്കെ ഹില്ലിംഗ്ഹെഡ് പറയുന്നത് കേട്ട് ജൂലിയൻ അയാൾക്ക് കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുക്കുകയാണ്. അന്ന് സെയാൻസിനിടെ ആ ബോഡിയുടെ കൂടെയുള്ള അയാളുടെ ചിത്രങ്ങളായിരുന്നു അത്. ആ മരിച്ച ആള് നിങ്ങളുടെ ലവറായിരുന്നു എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് ഈ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഇതൊന്നും ഒരു തെറ്റല്ല, ഹെൻറിയോടുള്ള നിങ്ങളുടെ സ്നേഹവും തെറ്റല്ല. എന്നാൽ ഇവിടെ കുരുക്കിൽ നിന്ന് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും രക്ഷപ്പെടണമെങ്കിൽ ലോങ് ഹാർവസ്റ്റ് ലെയിനിലെ കൊലപാതകം ഹെൻറിയാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയ ജൂലിയൻ അയാളെ കൊന്നത് ഞാനല്ല എന്നുകൂടി ഹില്ലിംഗ്ഹെഡിനോട് പറയാണ്. സീൻ കട്ടായ ഇനി പൊളിഞ്ഞു വീഴാറായ പള്ളിയിൽ പോളിയുടെ നേരെ തോക്കു ചൂണ്ടി നിൽക്കുന്ന വൈറ്റ്മാനെ കാണാം. എന്തിനാണ് എസ്തറിനെ കൊന്നത് എന്നൊക്കെ ചോദിക്കുന്ന അയാളോട് താൻ അവളെ ഇഷ്ടത്തോടെയല്ല കൊന്നത്, അതല്ലാതെ വേറൊരു വഴിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന പോളി നിങ്ങളും എന്റെ അച്ഛനെ പോലെയുള്ള ഒരു പോലീസുകാരനാണ്, എന്നാ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരു അവസരമുണ്ട്, എത്ര പണം വേണമെന്ന് നിങ്ങൾക്ക് പറയാം എന്നൊക്കെ അവർ പറയുന്നത് കേട്ട് വൈറ്റ്മാൻ അവരെ ഷൂട്ട് ചെയ്യാൻ പോവാണ്. പെട്ടെന്ന് വൈറ്റ്മാന്റെ സീനിയർ അങ്ങോട്ട് വരുന്നുണ്ട്. താൻ എല്ലാം കേട്ടുവെന്നും അതുകൊണ്ട് എസ്തറിന്റെ കൊലപാതകയായ ഇവരെയും മറ്റു 2 കൊലപാതകങ്ങൾ ചെയ്ത വൈറ്റ്മാനെയും അറസ്റ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞ് അയാൾ ഇവരുടെ 2 പേരുടെ കയ്യിലും വിലങ്ങ് വെക്കുകയാണ്. പെട്ടെന്നാണ് അവിടേക്ക് ഇവരുടെ ചീഫ് വരുന്നത്. ആ സ്ത്രീയുടെ വിലങ്ങഴിക്കാൻ പറയുന്ന അയാളോട് അവരൊരു 11 വയസ്സുള്ള കുട്ടിയുടെ കൊലപാതകയാണ്, അവരാ ക്രൈം കൺഫസ് ചെയ്യുന്നത് ഞാൻ കേട്ടു എന്നൊക്കെ പറയുന്ന ഇയാളെ ആ ചീഫ് നോ യു ആർ ലൗഡ് എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യാണ്. ശരിക്കും ഇവിടെ ആ ചീഫ് പോളിയുടെ മകനായിരുന്നു. സീൻ കട്ടായ ഇനി വീണ്ടും 2023 ബാബറുടെ ഫ്ലാറ്റിലെത്തിയ ഹസന് അവിടെ ടേബിളിന്റെ മുകളിൽ അവളുടെ പേരെഴുതിയ പേപ്പറിൽ ഒരു താക്കോല് കിട്ടാണ്. അതേപോലെ അവിടെ ഒരു റെക്കോർഡ് പ്ലേ ചെയ്യുന്ന അവൾക്ക് വയസ്സായ ഏലിയാസ് മാനിക്സിന്റെ ശബ്ദം കേൾക്കാം. ഹലോ ഷഹാര, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങളിപ്പോ എന്റെ അച്ഛന്റെ ഫ്ലാറ്റിലാണ്. ഇന്ന് നിങ്ങളെന്നെ കാണാൻ ജയിലിൽ വന്നത് ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളെല്ലാം പരസ്പരം നമ്മുടെ ഭൂതകാലത്തിന്റെയും വർത്തമാനകാലത്തിന്റെയും ഭാവിയുടെയും പ്രേതങ്ങളാണ്. ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ, എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നമ്മൾ ഇനിയും കാണും. ഈ ഒരു സീനോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.